ഇപ്പോൾ അരവിന്ദൻ സാറിന്റെ സിനിമ ചെയ്തു, പക്ഷെ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയിൽ വന്നില്ല. അദ്ദേഹം എന്നെ ഒരു സിനിമയിൽ വിളിച്ചതാണ്. ഞാൻ അവിടെ പോവുകയും അദ്ദേഹം കഥാപാത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് അദ്ദേഹം ആ സിനിമ തുടങ്ങുന്ന സമയത്ത് എൻ്റെ പരദേശി എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അപ്പം അതിൽ നിന്ന് വിട്ട് മാറി വരാൻ എനിക്ക് പറ്റാതായിപ്പോയി. കാര്യം അതിൻ്റെ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ അങ്ങനെ പിന്നെ എല്ലാവരുടെയും സിനിമയിൽ അഭിനയിക്കണമെന്നൊന്നുമില്ല, അങ്ങനെ ഉണ്ടല്ലോ. അതിനൊരു എനിക്കൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കും, അത്രേ ഉള്ളൂ. അല്ല ഇദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കണം അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടുമില്ല, ഇനി ചിന്തിക്കുകയില്ല. ചില വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ, ആ പേര് പറയുമ്പോൾ മനസ്സിലുള്ള ഒരു ഒറ്റ ചിന്തകളും. അശോക് കുമാർ തിരനോട്ടത്തിൻ്റെ സംവിധായകനായിരുന്നു. അദ്ദേഹം ഇല്ലെങ്കിൽ ഞാനിവിടെ ഇരുന്ന് അങ്ങേയടുത്ത് സംസാരിക്കില്ലല്ലോ. കാര്യം എത്രയോ വർഷത്തെ ബന്ധം. അങ്ങനെ ഒരു സിനിമ അന്ന് ശരിക്കും +2 ഒന്നുമില്ലല്ലോ, പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അങ്ങനെ ഒരു സിനിമ എടുക്കാൻ ആരും തയ്യാറായില്ല. വലിയ വലിയ ആൾക്കാരുള്ള സ്ഥലമാണ്. അപ്പോൾ ആ സമയത്ത് ഒരു സിനിമ എടുക്കാൻ ഒരാൾ തയ്യാറാകുക. കാര്യം രാജീവ് നാഥ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിരുന്നു. അപ്പം അങ്ങനെ അശോക് കുമാറിൻ്റെ സിനിമയെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് അറിയുകയില്ലായിരുന്നു ആ സമയത്ത്. അതൊരു വലിയ അറ്റംപ്റ്റ് ആയിരുന്നല്ലേ, ഭയങ്കര അറ്റംപ്റ്റ്. അതിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. അപ്പോൾ അശോകുമായിട്ട് മിക്ക ദിവസവും ഞാൻ സംസാരിക്കും ഇപ്പോഴും. കാര്യം അദ്ദേഹം സിനിമ എന്നൊക്കെ മാറി ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അയാളാണല്ലോ തിരനോട്ടം എന്നൊരു സിനിമയിലൂടെയാണല്ലോ നമ്മൾ സിനിമയിലേക്ക്. പ്രിയദർശൻ എന്നിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത്. കാര്യം തിരനോട്ടത്തിൽ വന്നു, പിന്നെ നവോദയയിലേക്ക് ഞാനാണ് കൊണ്ടുപോകുന്നത്. വലിയ കൂട്ടുകെട്ടായി മാറി. ഇപ്പം ആദ്യത്തെ സിനിമ പൂച്ചയ്ക്കൊരു മൂക്കുത്തിയാണ്. പ്രിയനൊരു 3 സിനിമ കൂടെ ചെയ്താൽ 100 സിനിമയാവും. അപ്പം ആ 100ാമത്തെ സിനിമയിൽ ഞാൻ അഭിനയിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ വളരെ റെയറായിട്ടുള്ള കാര്യമാണ്. അതൊന്നും ഒരിക്കലും ലോകത്ത് സംഭവിക്കുമെന്നറിയില്ല. 100 സിനിമകൾ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയ പ്രയാസമാണ്. ആദ്യത്തെ സിനിമയിലെ ആ നായകൻ തന്നെ 100ാമത്തെ സിനിമയിൽ അഭിനയിക്കുക, ഇതൊക്കെ മലയാളത്തിൽ മാത്രമേ. കാര്യം മലയാളത്തിന് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ 2000 സിനിമ ചെയ്ത ആൾക്കാരുണ്ട്, 3000 സിനിമ. സുകുമാരി ചേച്ചിയൊക്കെ അറിയില്ല എത്ര സിനിമ ചെയ്തെന്ന്. ക്യാമറാമാൻമാരുണ്ട്, സംവിധായകൻ ചന്ദ്രകുമാറൊക്കെ 150 സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. IV ശശികുമാർ സാറ്. ഇപ്പോൾ പ്രിയദർശൻ 100 സിനിമ ചെയ്യുന്നു. അദ്ദേഹം മലയാളത്തിൽ മാത്രമല്ല തമിഴ് ചെയ്തിട്ടുണ്ട്, തെലുങ്ക് ചെയ്തിട്ടുണ്ട്, ഹിന്ദി ചെയ്തിട്ടുണ്ട്. തമ്പി കണ്ണന്താനം നമ്മളെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സ്റ്റാർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു മനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ്. രാജാവിൻ്റെ ആദ്യമായിട്ട് ഒരുപാട് അതിനു മുമ്പ് വേറെ ഒരുപാട് സിനിമയുടെ ശശികുമാർ സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ഞങ്ങൾ അതിനു മുമ്പ് മറ്റേ മദ്രാസിലെ മോൻ അങ്ങനത്തെ ചില സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആ തമ്പിയുടെ ആ സിനിമയാണ് ഒരുപക്ഷെ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു റോളിലും എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞ് ആ സിനിമ ചെയ്തുകൊണ്ടാണ്.